എവ്രിവൺ, എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാളത്തിന് ശേഷം ഞാനൊന്ന് ഇന്നൊരു വീഡിയോ ഇടാൻ പോകണം. ആക്ച്വലി കുറേ ബിസി ആയിരുന്നു, വീഡിയോസ് എടുക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ഒരു റെസിപ്പിയാണ് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു വെജിറ്റബിൾ റെസിപ്പി, പൊട്ടാറ്റോ റോസ്റ്റ്. യെസ്, ഉരുളക്കിഴങ്ങ് റോസ്റ്റ്. എളുപ്പത്തിലും പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നോക്കാം അതെങ്ങനെ ചെയ്യാമെന്ന്. ഞാൻ 3 സവാള ഇങ്ങനെ നൈസായി അരിഞ്ഞിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണയിൽ വറുത്തുകൊണ്ടിരിക്കുക. അതിൽ ഞാനൊരു ചെറിയ കപ്പ് തേങ്ങാക്കൊത്തിട്ടു, അത് വറുക്കാണ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു വെജിറ്റേറിയൻ മസാലക്കറിയാണ്. മീഡിയം ബ്രൗൺ വന്നപ്പോൾ ഞാനൊരു നല്ല ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് എടുത്ത് ചേർക്കാണ്. ഇനി ഇത് വറുക്കാടുക്കാം. സബോളയും ഇതെല്ലാം ഒരു ചെറിയൊരു ബ്രൗണിഷ് ഷെയ്ഡ് വന്നു. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നതാണ് 3 പച്ചമുളക് നീളം അരിഞ്ഞ്, കുറച്ച് കരിവേപ്പില, ഇത് 3 തക്കാളിയാണ്. ഇത് നന്നായി നമുക്കൊന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. എന്നിട്ടാണ് നമ്മൾ മസാലപ്പൊടികൾ ചേർക്കാൻ പോകുന്നത്. തക്കാളി ചെറിയ ഒരു സോഫ്റ്റ് വന്നപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഓക്കെ, ഇത് ഇത്ര ഇട്ടു. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നല്ലോണം ഒന്ന് നമുക്ക് മസാലനെ ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്തതിന് ശേഷം ഞാനിതിൽ കുറച്ച് വെള്ളം ചേർക്കും, ആ പച്ച സ്മെല്ലൊന്ന് പോയി കിട്ടാം. ഓക്കെ, ഇനി ഇതിൽ കുറച്ച് ഉപ്പ് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്കതിൽ ചേർക്കാം. കുറച്ച് കുരുമുളക് പൊടി, ജീരകപ്പൊടി, ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇത് പെരുജീരകപ്പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ. പിന്നെ ഒരു ശകലം കായപ്പൊടി. ഇത് നന്നായി നമുക്കൊന്ന് വാട്ടിയിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിക്കാം. മസാല ഒന്ന് വെന്ത് കിട്ടാൻ, അതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഓയിലൊന്ന് വിട്ട് കിട്ടുമ്പോൾ നമുക്കൊന്ന് മസാലയുടെ സെൻറ്ററിലേക്ക്, ചെറിയൊരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതിൻ്റെ പകുതി വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ മസാല ഒന്ന് നന്നായി ഇതിൽ ഫ്രൈ ആക്കാം. നമുക്കൊന്ന് മസാല വാട്ടി കിട്ടണം. എന്താ വെച്ചാൽ ഇതിൻ്റെ പച്ച സ്മെല്ലൊന്ന് പോയി കിട്ടണം. ഇങ്ങനെ എണ്ണ ഒന്ന് നമുക്ക് പുറത്തേക്ക് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ഒന്ന് ചേർക്കാം. എന്നിട്ട് ഈ ടൈമിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം, ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർക്കാം. ഓക്കെ, എരിവ് വയ്ക്കുന്ന ആൾക്കാർക്ക് മുളക് പൊടി ആണെങ്കിൽ ഒന്നും കൂടി ചേർക്കാം. പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ ബോക്സിൽ അനിയൻസ് വറുത്ത്, സബോള വറുത്ത് വയ്ക്കും. എപ്പോഴെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് ആണെങ്കിൽ നമുക്കത് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഞാനൊരു 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുത്തു. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചുണ്ടാക്കുന്ന ഗരം മസാലയാണ്. നമ്മുടെ മസാല റെഡിയാണ്. ഇനി ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അതിൽ വറുത്തിട്ടുള്ള ചിക്കൻ പീസോ എഗ് പീസോ അത് ചേർക്കാം. വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വെജിറ്റബിൾ നന്നായി ഫ്രൈ ചെയ്ത് ഇതിലിടാം, അല്ലെങ്കിൽ ഇതന്നെ മസാല ആയിട്ട് എടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇതിലിടാൻ പോണ എൻ്റെ ഫേവറേറ്റ് ഉരുളക്കിഴങ്ങാണ്. ഞാൻ ഈ കുഞ്ഞിയെ ഉരുളക്കിഴങ്ങ് വറുത്തിട്ട് ഇത് വെറുതെ ഒന്ന് എണ്ണയിൽ ഒന്ന് വാട്ടിയിട്ടു. പക്ഷേ ഞാൻ എന്താ ചെയ്യാൻ ഇതിനൊന്ന് ഹാഫ് ബോയിൽ ചെയ്യും. അപ്പോൾ നമുക്ക് അധികം നേരം ഫ്രൈ ചെയ്യണം. ഇനി ഇത് ഇതിൽ ചേർക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ റോസ്റ്റ് റെഡി. വെജിറ്റേറിയൻസിന് ഒരു സ്പെഷ്യൽ ഡിഷ്, ഒരു ക്വിക്ക് ഡിഷ്, നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡിഷ്. ഇത് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വാട്ടാൻ വിടാം. നമ്മുടെ സബോള ഇതായിട്ടുണ്ട്. നമുക്കിപ്പോൾ ചെക്ക് ചെയ്യേണ്ടത് ഉരുളക്കിഴങ്ങ് വെന്തിട്ടില്ലേന്ന്. നമ്മൾ വേവിച്ച് വറുത്ത കാരണം ഇത് ഓൾറെഡി വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 മിനിറ്റിൽ ഇതായതിനു ശേഷം ഇതിൽ നമുക്ക് ഒരു പകുതി നാരങ്ങ ജ്യൂസ് ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം.
തീ ഒന്ന് കുറയ്ക്കും. നമ്മുടെ പൊട്ടാറ്റോ റോസ്റ്റ് റെഡി. ഇതിൻ്റെ മുകളിൽ ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് സവോള. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർക്കാൻ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് കുറച്ച് കൊത്തമല്ലി. നമ്മുടെ സ്പെഷ്യൽ പൊട്ടാറ്റോ റോസ്റ്റ് റെഡിയാണ്. ഇതിൽ കൂടെ ഞാൻ എന്താണ് കഴിക്കാൻ പോണേന്ന് നോക്കിയേ. ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ബിരിയാണി റൈസാണ്. ഇതിൻ്റെ ഓപ്ഷൻ ആൻഡ് നോർമൽ വൈറ്റ് റൈസോ ചപ്പാത്തിയുടെ കൂടെ ആ കറി കഴിക്കാം. പക്ഷേ ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് ബിരിയാണി റൈസാണ്. അടിപൊളിയായിട്ടുള്ള സ്പെഷ്യൽ ലഞ്ച് റെഡിയാണ്. ബിരിയാണി റൈസ്, പൊട്ടാറ്റോ റോസ്റ്റ് മസാല, പിന്നെ ബൂന്തി റൈത്ത. ഒരു വെജിറ്റേറിയൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി. കണ്ടില്ലേ, എത്ര സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പൊട്ടാറ്റോസ് എല്ലാവർക്കും ഇഷ്ടമാണ്. ഉരുളക്കിഴങ്ങ് എല്ലാവരുടെ വീട്ടിലും മിക്കതും ഉണ്ടാവും. സോ പിന്നെ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യുക, ഉണ്ടാക്കാം. ആൻഡ് നിങ്ങളുടെ കമൻറ്റ്സ് പ്ലീസ് അവിടെ എഴുതാം. പിന്നെ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഞാൻ വീണ്ടും വീഡിയോസ് തിരിച്ച് വരാം കേട്ടോ. അടുത്തത് ഞാനൊരു സിമ്പിളായിട്ടൊരു അധികം ഒന്നും ബുദ്ധിമുട്ടില്ലാണ്ട് ഒരു യമ്മി ഡെസേർട്ടിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാം കേട്ടോ. See you then. Till then, bye-bye.